വില്ലടിച്ചാൻ പാട്ട് ഒരു അനുഷ്ഠാന കലയാണ്. അനുഷ്ഠാന കലയായി രൂപം കൊണ്ടതെങ്കിലും ഈ കലാരൂപം പരിഷ്കാരങ്ങൾക്ക് വിധേയമായി വിൽക്കലാമേള എന്ന പേരിലൊക്കെ ഇപ്പോൾ വേദികളിൽ അരങ്ങേറുന്നുണ്ട്. പുരാണകഥകളും വീരകഥകളുമൊക്കെ വിൽപ്പാട്ടിലൂടെ അവതരിപ്പിക്കപ്പെടുന്നു. പാടിയും പറഞ്ഞും അഭിനയിച്ചും താളനിബന്ധമായുള്ള അവതരണ ശൈലി കൊണ്ട് ആസ്വാദകരെ ഏറെ രസിപ്പിക്കുന്ന കലാരൂപമാണ് വിൽപ്പാട്ട്. തോന്നയ്ക്കൽ നവകേരള കലാസമിതിയുടെ നേതൃത്വത്തിൽ മണികണ്ഠനും സംഘവും അവതരിപ്പിക്കുന്ന വിൽപ്പാട്ട് ഇവിടെ പ്രേക്ഷകർക്കായി ഞങ്ങൾ സമ്മാനിക്കുന്നു. ആസ്വദിച്ചാലും. പ്രിയമുള്ളവരെ, വിൽപ്പാട്ട് കേൾക്കാനെത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. കേൾക്കാനായി വന്നവരെ, കലയുടെ സ്നേഹിത മനസ്സുകളെ, കഥ ചൊല്ലാം ഒരു കഥ ചൊല്ലാം, പിള്ളടിയുടെ താളമകമ്പടി. കഥ കേൾക്കാനായി വന്നവരെ, കലയുടെ സ്നേഹിത മനസ്സുകളെ, കഥ ചൊല്ലാം ഒരു കഥ ചൊല്ലാം, പിള്ളടിയുടെ താളമകമ്പടി. ഹസ്തിനപുരമതു പണ്ടു ഭരിച്ചവർ ഉത്തമരാകും കുരുവംശർ. ഹസ്തിനപുരമതു പണ്ടു ഭരിച്ചവർ ഉത്തമരാകും കുരുവംശർ. ചത്തുമൊഴിഞ്ഞ കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൻ കഥ ചൊല്ലിടാം. ചത്തുമൊഴിഞ്ഞ കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൻ കഥ ചൊല്ലിടാം. യുദ്ധത്തിൻ കഥ ചൊല്ലിടാം. കഥ കേൾക്കാനായി വന്നവരെ, കലയുടെ സ്നേഹിത മനസ്സുകളെ, കഥ ചൊല്ലാം ഒരു കഥ ചൊല്ലാം, വില്ലടിയുടെ താളമകമ്പടി. വില്ലടിയുടെ താളമകമ്പടി. വില്ലടിയുടെ താളമകമ്പടി. യതി ഹസ്തി തദന്യത്ര എന്നെ ഹസ്തിന കുത്രചിത്. ഇതിലുള്ളത് എവിടെയും ഉണ്ടാവും, ഇതിലില്ലാത്തത് എവിടെയും ഉണ്ടാവില്ല. ലോക സാഹിത്യത്തിലെ ഒരേ ഒരു കൃതിയെക്കുറിച്ച് മാത്രമേ നമുക്ക് ഇത്ര ഉറപ്പോടെ പറയാൻ കഴിയൂ. മഹാഭാരതം. വ്യാസമഹാമുനിയാൽ വിരചിതമായ വിശ്വോത്തരമായ ആ കൃതിയെക്കുറിച്ച് ഇതിലും മിതമായി പറയാൻ കഴിയില്ല. ശരിയാ. ഇപ്പോഴത്തെ ഈ ബോംബും മിസൈലും ഒക്കെ ഈ കൃതിയിലുള്ളവരായി വാദിക്കുന്നവരുണ്ട്. അങ്ങനെ വാദിക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. പിന്നെ മനുഷ്യ ജീവിതത്തിന്റെയും മനുഷ്യ സ്വഭാവത്തിന്റെയും സങ്കീർണതയെ ഈഴ കീറി പരിശോധിക്കുന്ന മഹാഭാരതം എന്ന അത്യുജ്വല സാഹിത്യ സൃഷ്ടിയെക്കുറിച്ചാണ്. മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും എടുത്തു പരിശോധിച്ചാൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരിക്കാൻ ഇടയുള്ള മനുഷ്യരുടെ ഭിന്ന മുഖങ്ങളാണ് അവയ്ക്കെല്ലാം എന്ന് കാണാൻ കഴിയും. വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായവർ, വിവാഹശേഷവും ഗർഭിണിയാകാത്തവർ, ഒന്നിലധികം പേരുടെ ഭാര്യയാകേണ്ടി വന്നവർ, ഒരാളുടെ അനേകം ഭാര്യമാരിൽ ഒരാളാകേണ്ടി വന്നവർ, അച്ഛനാകാൻ കഴിയാത്തവർ, അച്ഛൻ ആരെന്നറിയാത്തവർ, വിദ്യ നിഷേധിക്കപ്പെട്ടവർ, വിധിയാൽ വേട്ടയാടപ്പെട്ടവർ, അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തരം മനുഷ്യരും ഈ മഹാഭാരതത്തിലുണ്ട്. അഥവാ മഹാഭാരതത്തിലെ മിക്ക കഥാപാത്രങ്ങളും പല രൂപങ്ങളിൽ പല പേരുകളിൽ നമുക്ക് ചുറ്റും ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അനശ്വര കൃതിയെക്കുറിച്ച് നമുക്കും പറയാം,
യതി ഹസ്തി തദന്യത്ര എന്നേ ഹസ്തിന കുത്രചിത്. വിശ്വസാഹിത്യ വിഹായസിൽ നിന്നുമൊരത്ഭുത താരം മഹാഭാരതം. സൽക്കര ചൊല്ലിത്തരുന്ന സ്നേഹാഗ്രയം മുത്തശ്ശിയെപ്പോൾ മഹാഭാരതം. മഹാഭാരതം മഹാഭാരതം. വിശ്വമവേദിയിൽ നിത്യമരങ്ങേറും അത്ഭുത നാടക രംഗഭാഷ്യം. വിശ്വമവേദിയിൽ നിത്യമരങ്ങേറും അത്ഭുത നാടക രംഗഭാഷ്യം. കാവ്യസുരഭില ഭാഷയിലുള്ളൊരു ജീവിതഗാഥ മഹാഭാരതം. കാവ്യസുരഭില ഭാഷയിലുള്ളൊരു ജീവിതഗാഥ മഹാഭാരതം. മഹാഭാരതം മഹാഭാരതം. വിശ്വസാഹിത്യ വിഹായസിൽ നിന്നുമൊരത്ഭുത താരം മഹാഭാരതം. സൽക്കഥ ചൊല്ലിത്തരുന്ന സ്നേഹാഗ്രയം മുത്തശ്ശിയെപ്പോൾ മഹാഭാരതം. മഹാഭാരതം 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 മഹാഭാരതം. അതെ, വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ അക്ഷയഖനി, സങ്കീർണമായ സംഭവ പരമ്പരകളുടെ സംഗമസ്ഥാനം, ഭിന്നഭാവങ്ങളാർന്ന അസംഖ്യം കഥാപാത്രങ്ങളുടെ വ്യക്തിവികാസത്തിന്റെ സമഗ്രത കൊണ്ട് സമ്പന്നമായ കാവ്യം. 100,000 ജീവിത സമസ്യകളുടെ നൂലാമാലകൾ ഈഴ പിരിച്ചു പരിശോധിക്കുന്ന മഹത്തായ ജീവിതഗാഥ. വിശ്വസാഹിത്യത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഈ അനശ്വര കൃതിയെക്കുറിച്ച് പറഞ്ഞാലും തീരില്ല. കഥകളുടെ, ആശയങ്ങളുടെ, നാടകീയ മുഹൂർത്തങ്ങളുടെ ആ അക്ഷയ ഖനിയിൽ നിന്നും കോരിയെടുക്കും തോറും ഊറി വരുന്ന ആ ദിവ്യ തീർത്ഥത്തിൽ നിന്നും ഒരു കൈക്കുമ്പിൾ വെള്ളം കോരി നിങ്ങൾക്ക് സമർപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കഥാപാത്ര സൃഷ്ടിയിൽ വ്യാസമഹാമുനി കാട്ടിയ കൈയടക്കത്തിന്റെ ഉത്തമ മാതൃകയായി എടുത്തു കാണിക്കാവുന്ന ഒരു ധീര യോദ്ധാവിന്റെ കഥയാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. മാതൃസ്നേഹം, പിതൃഭക്തി, സഹോദര സ്നേഹം, സൗഹൃദ ബന്ധം, ഔദാര്യം, ദാനശീലം, മൂല്യബോധം, ആദർശനിഷ്ഠ, ഈ സദ്ഗുണങ്ങളെല്ലാം സമ്മേളിച്ച ആ പുരുഷ കേസരിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി മാനസികമായ സംഘർഷവും അവഹേളനവും ജീവിതത്തിൽ വിടാതെ പിന്തുടർന്ന ആ രണധീരന്റെ സംഭവ ബഹുലമായ ജീവിതകഥയെ ആസ്പദമാക്കി തിരുവനന്തപുരം തോന്നയ്ക്കൽ നവകേരള കലാസമിതി അവതരിപ്പിക്കുന്നു കഥ കർണൻ. കർണൻ കർണൻ സൂര്യപുത്രൻ, ഭാരത കഥയിലെ വീരപുത്രൻ. കർണൻ കർണൻ സൂര്യപുത്രൻ, ഭാരത കഥയിലെ വീരപുത്രൻ. ഉള്ളിൽ കൊടുങ്കാറ്റു വീശും പൊഴിച്ചുള്ളിൽ വെയിലിനാവുമായി ജീവിച്ചവൻ. ഉള്ളിൽ കൊടുങ്കാറ്റു വീശും പൊഴിച്ചുള്ളിൽ വെയിലിനാവുമായി ജീവിച്ചവൻ. കർണൻ കർണൻ സൂര്യപുത്രൻ, ഭാരത കഥയിലെ വീരപുത്രൻ. സൂര്യന്റെ പുത്രനായി ജീവിച്ചവൻ. സൂര്യന്റെ പുത്രനായിട്ടും വെറുമൊരു സൂര്യന്റെ പുത്രനായി ജീവിച്ചവൻ. പാണ്ഡവ ജ്യേഷ്ഠൻ രണഭൂമി ഹാക്കത്തം പാണ്ഡവ ശത്രുവായി പോരടിച്ചോ. പാണ്ഡവ ജ്യേഷ്ഠൻ രണഭൂമി ഹാക്കത്തം പാണ്ഡവ ശത്രുവായി പോരടിച്ചോ. കർണൻ കർണൻ സൂര്യപുത്രൻ, ഭാരത കഥയിലെ വീരപുത്രൻ. കർണൻ കർണൻ സൂര്യപുത്രൻ, ഭാരത കഥയിലെ വീരപുത്രൻ. അതുണ്ടോ, ചിരപുരാതനവും പ്രൗഢഗംഭീരവുമായ ഹസ്തിനപുര നഗരമാണ് ആ കാണുന്നത്. ഹസ്തിനപുരത്തിലെ ജനങ്ങൾ മുഴുവൻ ദയാ വഴിക്ക് ഇരുവശവും കൂടി നിൽക്കാൻ. വിശേഷം? ദ്വാരകാനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്ന് ഈ ഹസ്തിനപുരിയിൽ വരുന്നുണ്ട്. കൗരവരുടെ രാജ്യ തലസ്ഥാനമായ ഹസ്തിനപുര നഗരം ഇന്ന് ഒരു സന്ധി സംഭാഷണത്തിന് വേദിയാകാൻ പോവുകയാണ്. സന്ധി സംഭാഷണം? അതെ, സന്ധി സംഭാഷണം തന്നെ. യുദ്ധം ഒഴിവാക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയിലുള്ള ഒരു സന്ധി സംഭാഷണം. യുദ്ധമോ? ആരൊക്കെ തമ്മിലാണ്
വചന യുദ്ധം പറയാം. ധൃതരാഷ്ട്രപുത്രന്മാരായ കൗരവരും പാണ്ഡുപുത്രന്മാരായ പാണ്ഡവരും സഹോദരങ്ങളായിരുന്നുവെങ്കിലും ഇവർ ചെറുപ്പകാലം മുതലേ ശത്രുക്കളെ പോലെയാണ് പെരുമാറിയത്. പ്രായം കൊണ്ട് മൂത്തവനായ യുധിഷ്ഠിരൻ അവകാശപ്പെട്ട രാജ്യഭാരം അദ്ദേഹത്തിന് നൽകാതിരിക്കാൻ കൗരവർ മാതുലനായ ശകുനിയുടെ സഹായം തേടി. എന്നിട്ട് കള്ളച്ചൂതൽ മിടുക്കനായ ശകുനി പാണ്ഡവരെ ചൂതുകളിയിൽ പരാജയപ്പെടുത്തി അവരെ വനവാസത്തിന് അയച്ചു. മോശമായി പോയി. 12 കൊല്ലത്തെ വനവാസവും 1 കൊല്ലത്തെ അജ്ഞാതവാസവും ഒക്കെ കഴിഞ്ഞ് പാണ്ഡവർ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു. തങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യം കൗരവരോട് ചോദിച്ചു വാങ്ങാൻ തന്നെ പാണ്ഡവർ തീരുമാനിച്ചു. പക്ഷെ എന്തു വന്നാലും രാജ്യം പാണ്ഡവർക്ക് വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലാണ് ദുര്യോധനൻ. ഈ പ്രശ്നം ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തിയിരിക്കുന്നു. അത് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ സന്ധി സംഭാഷണത്തിനായി വരികയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ. 7 വെള്ള കുതിരകളെ പൂട്ടിയ സുവർണ രഥത്തിൽ ഭഗവാൻ ഹസ്തിനപുരിയിലേക്ക് വരുന്നു. നഗരവാസികളൊക്കെ ഭഗവാനെ വരവേൽക്കുന്നു. ഭീഷ്മ പിതാമഹൻ, വൃഷവർമാവ് തുടങ്ങിയ മഹാരഥന്മാരൊക്കെ ഉത്തരിയെ ഒതുക്കി പിടിച്ച് ഭഗവാനെ വന്ദിച്ചു നിൽക്കുന്നു. പുഷ്പങ്ങൾ കൊണ്ടും കുങ്കുമം കൊണ്ടും മൂടപ്പെട്ട ആ രാജരഥം പ്രൗഢ ഗംഭീരമായ ഹസ്തിനപുരത്തിന്റെ പ്രവേശന കവാടത്തിന് മുമ്പിലെത്തി നിന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ രഥത്തിന് പുറത്തിറങ്ങി. അസംഖ്യം യോദ്ധാക്കളുടെ അകമ്പടിയോടെ ഭഗവാനത ആ സഭാഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത്യന്തം മഹത്വപൂർണമായ രാജസഭ. ശ്രീകൃഷ്ണ ഭഗവാൻ മെല്ലെ സിംഹാസനത്തിലിരുന്നു. എല്ലാവരും ഭഗവാനെ തന്നെ നോക്കിയിരിക്കുന്നു. ഭഗവാൻ സംസാരിച്ചു തുടങ്ങി. കുരുവംശ ശ്രേഷ്ഠരെ, കുരുയോദ്ധാക്കളെ, യാദവ നായകനായോ പാണ്ഡവരുടെ ബന്ധുവായോ അല്ല നാം ഇവിടെ വന്നിരിക്കുന്നത്. ചിരപുരാതനമായ ഈ സിംഹാസനത്തിന് മുന്നിൽ നിന്നും ന്യായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് നാം വന്നിരിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ ശ്രീകൃഷ്ണനിലാണ്. പക്ഷെ ദുര്യോധനൻ മാത്രം കോപത്തോടെ മുഖം തിരിച്ചിരിക്കുന്നു. ഭഗവാൻ തുടർന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസാക്ഷിയെ സാക്ഷി നിർത്തി പറയണം. നിങ്ങൾ ഇന്നോളം പാണ്ഡവരോട് ന്യായം പ്രവർത്തിച്ചിട്ടുണ്ടോ? എങ്കിലും നിങ്ങളെയും പാണ്ഡവരെയും നാം ഒന്നായി കാണുന്നു. അതുകൊണ്ട് ഭൂതകാലത്തിന്റെ കയ്പ് നിറഞ്ഞ എല്ലാ പ്രവൃത്തികളും മറന്നുകൊണ്ട് നാം പറയുന്നു, ഹേ ധൃതരാഷ്ട്ര മഹാരാജാവേ, പാണ്ഡവർക്ക് അവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം കൊടുത്ത് ഭാവിയിലെ മഹായുദ്ധം ഒഴിവാക്കണം. ആരും ഒന്നും മിണ്ടുന്നില്ല. പറയൂ, ആരെങ്കിലും പറയൂ, എന്താണ് നിങ്ങളുടെ അന്തിമ തീരുമാനം? കുരുവംശത്തിന്റെ അന്തിമ തീരുമാനം നാം നിങ്ങൾക്ക് സ്പഷ്ടമാക്കി തരാം. ആ സഭയെ ഉറപ്പിച്ചുകൊണ്ട് ഗംഭീരമായൊരു സ്വരം. എല്ലാവരും നോക്കി. ദുര്യോധനൻ, ഹേ ശ്രീകൃഷ്ണ, പാണ്ഡവർക്ക് പകുതി രാജ്യം വിട്ടു കൊടുക്കില്ല. ഇതാണ് നമ്മുടെ തീരുമാനം. ദുര്യോധന, പകുതി രാജ്യം വിട്ടു കൊടുത്തില്ലെങ്കിൽ വേണ്ട. ഖാണ്ഡവ വനത്തിൽ അവർ നിർമ്മിച്ച് സമർത്ഥമാക്കിയ ആ ഇന്ദ്രപ്രസ്ഥമെങ്കിലും അവർക്ക് വിട്ടുകൊടുത്തുകൂടെ? ഇല്ല, ചൂതുകളിയിൽ അവർ പണയപ്പെടുത്തിയ രാജ്യം അവർക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ദുര്യോധന, അങ്ങനെയാണെങ്കിൽ വിശാലമായ ഈ ഹസ്തിനപുരിയിലെ 5 ഗ്രാമങ്ങളെങ്കിലും ആ സഹോദരങ്ങൾക്ക് നൽകാൻ താങ്കൾ തയ്യാറാണോ? ഇല്ല. രാജ്യവും പുരം ഗ്രാമം ദേശങ്ങൾ വേണ്ടായെങ്കിൽ വസിപ്പാനഞ്ചു ഗൃഹം ചമച്ചു കൊടുക്കണേ. രാജ്യവും പുരം ഗ്രാമം ദേശങ്ങൾ വേണ്ടായെങ്കിൽ വസിപ്പാനഞ്ചു ഗൃഹം ചമച്ചു കൊടുക്കണേ. അതിനും മടിയെങ്കിൽ ഐവർക്കും കൂടിയൊരു സദനം നാട്ടിലൊരു ഭാഗത്തു കൊടുക്കണേ. അതിനും മടിയെങ്കിൽ ഐവർക്കും കൂടിയൊരു സദനം നാട്ടിലൊരു ഭാഗത്തു കൊടുക്കണേ. രാജ്യവും പുരം ഗ്രാമം ദേശങ്ങൾ വേണ്ടായെങ്കിൽ വസിപ്പാനഞ്ചു ഗൃഹം ചമച്ചു കൊടുക്കണേ. ദുര്യോധന, രാജ്യവും ഗ്രാമവും ദേശവും ഒക്കെ വിട്ടുകൊടുക്കാൻ നിനക്ക് മടിയാണെങ്കിൽ 5 പേർക്കും കൂടി 5 വീട് നൽകുക. അതുമല്ലെങ്കിൽ 5 പേർക്കും കൂടി 1 വീട്. ഇല്ല, സൂചി കുത്തുവാനുള്ള സ്ഥലം പോലും നാം പാണ്ഡവർക്ക് വിട്ടുകൊടുക്കില്ല. ഹേ ഭഗവാൻ എന്ന് പറയപ്പെടുന്ന ചതിയനും പൊന്നച്ചക്കാരനുമായ ശ്രീകൃഷ്ണ, എന്റെ സേവകർ നിങ്ങളുടെ അമംഗളകരമായ കാലുകൾ സ്പർശിക്കുന്നത് പോലും നാം ഇഷ്ടപ്പെടുന്നില്ല.
അല്ലായിരുന്നെങ്കിൽ ഈ ഹസ്തിനപുരത്തിന്റെ ഒരു മൺതരി പോലും ആ പാണ്ഡവന്റെ അടുത്തെത്താതിരിക്കാൻ നിങ്ങളുടെ വൃത്തികെട്ട ഈ കാലുകളും നാട്ടുറപ്പിച്ചേ. ഹസ്തിനപുരത്തിന്റെ അപ്പുറത്തേക്ക് പോ. ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിപ്പിടത്ത് നിന്ന് എഴുന്നേറ്റു. ദുര്യോധന, യുദ്ധം കൊണ്ട് ആരുടെയും പ്രശ്നങ്ങൾ ഇന്നോളം പരിഹരിക്കപ്പെട്ടിട്ടില്ല, ഇനി പരിഹരിക്കപ്പെടുകയുമില്ല. ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം യുദ്ധമല്ല, സമാധാനമാണ്. നീ ചിന്തിക്കാതെ എടുക്കുന്ന ഈ തീരുമാനത്തെ ഓർത്ത് നിനക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. സഭാഗൃഹത്തിലേക്ക് കടന്നു വന്ന അതേ ശാന്തതയോടെ ശ്രീകൃഷ്ണൻ പുറത്തേക്ക് നടന്നു. മുഖ്യ കവാടത്തിന്റെ പടി കടന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു നിമിഷം നിന്നു. എന്നിട്ട് മെല്ലെ തിരിഞ്ഞ് ആ സഭയിലേക്ക് നോക്കി. തന്റെ മനോഹരമായ വലതുകരം ഉയർത്തി ശ്രീകൃഷ്ണൻ ഒരാളെ അടുത്തേക്ക് വിളിച്ചു. അതാ, അസാമാന്യ തേജോമയനായ ഒരു ചെറുപ്പക്കാരൻ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നു. കാതിൽ വെട്ടിത്തിളങ്ങുന്ന കുണ്ഡലങ്ങൾ, ദേഹമാസകലം സ്വർണ്ണവർണ്ണം, തോളോളം നീണ്ടു കിടക്കുന്ന സുവർണ തലമുടി. അതെ, കർണൻ. കർണങ്ങൾ രണ്ടിലും കുണ്ടലം മിന്നുന്ന കർണൻ പുരുഷേന്ദ്രൻ സുന്ദരാംഗൻ. കർണങ്ങൾ രണ്ടിലും കുണ്ടലം മിന്നുന്ന കർണൻ പുരുഷേന്ദ്രൻ സുന്ദരാംഗൻ. സ്നേഹവും ത്യാഗവും ആദർശ ശുദ്ധിയും കായിക ശേഷിയുമാർന്ന ധീരൻ. സ്നേഹവും ത്യാഗവും ആദർശ ശുദ്ധിയും കായിക ശേഷിയുമാർന്ന ധീരൻ. കർണങ്ങൾ രണ്ടിലും കുണ്ടലം മിന്നുന്ന കർണൻ പുരുഷേന്ദ്രൻ സുന്ദരാംഗൻ. സുന്ദരാംഗൻ. കർണൻ ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുതു നിന്നു. കർണ, നമുക്ക് താങ്കളോടൊരു കാര്യം പറയാനുണ്ട്. പറയൂ ഭഗവാനെ, എന്താണെങ്കിലും പറയൂ. വരൂ കർണ, നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. ശ്രീകൃഷ്ണ ഭഗവാൻ കർണന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. പുറത്തെത്തിയ അവർ ശ്രീകൃഷ്ണ ഭഗവാന്റെ രഥത്തിൽ കയറി യാത്രയാവുകയാണ്. ഹസ്തിനപുരത്തിലെ നഗരവീഥികളൊക്കെ പിന്നിട്ട് ആ രഥം വിതുരരുടെ ആശ്രമത്തിന്റെ സമീപത്തുള്ള പന്തലിച്ച ആൽമരത്തിന്റെ ചുവട്ടിലെത്തി നിന്നു. ശ്രീകൃഷ്ണ ഭഗവാനും കർണനും പുറത്തിറങ്ങി. അവരതാ ആൽമര ചുവട്ടിൽ ഇരിക്കുകയാണ്. ഭഗവാൻ സംസാരിച്ചു തുടങ്ങി. കർണ, കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം ആസന്നമായിരിക്കുകയാണ്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് താങ്കളോട് മാത്രമായി ഒരു കാര്യം പറയാനുണ്ട്. ഒരു പക്ഷേ താങ്കൾക്ക് വളരെ വലിയ ആഘാതമേൽപ്പിക്കുന്ന ഒരു സത്യമാവും അത്. പറയൂ ഭഗവാനെ, എന്താണെങ്കിലും പറയൂ. ഈ ഭൂമി തന്നെ തലകീഴായി മറിഞ്ഞാലും ഈ കർണന് ഒരാഘാതവും ഉണ്ടാവില്ല. അങ്ങ് പറയൂ. കർണ, താങ്കളുടെ മാതാപിതാക്കൾ ആരാണെന്ന് താങ്കൾക്കറിയാമോ? എന്തൊരു ചോദ്യമാണ് ഭഗവാനെ ഇത്. രാധമ്മയുടെയും അതിരഥ താതന്റെയും പുത്രനാണ് ഞാൻ. അല്ല കർണ, നീ ശരിക്കും രാധയുടെയും അതിരഥന്റെയും മകനല്ല. ഭഗവാനെ, രാധയനല്ല നീ, ആതിരഥിയല്ല. അങ്ങെന്താണ് ഈ പറയുന്നത്? പിറന്നോനല്ല. രാധയനല്ല നീ, ആതിരഥിയല്ല. സുതകുലത്തിൽ പിറന്നോനല്ല. പാണ്ഡവ കീർത്തിയാം നിഞ്ജനയത്രിയാം പാണ്ഡവ മാതാവാം കുന്തിദേവി. ഭഗവാനെ, ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വേണ്ട, എനിക്ക് കേൾക്കണ്ട. വേണ്ട. കർണ, നാം പറയുന്നത് സത്യമാണ്. ആതിരവിയല്ല, സുതകുലത്തിൽ പിറന്നോനല്ല. ഇത് അസത്യമാണ്, ഇത് അസത്യമാണ്. ഞാനിത് വിശ്വസിക്കില്ല ഭഗവാനെ, വിശ്വസിക്കില്ല. കർണ, ഇത് സത്യമാണ്. രാജമാതാവായ കുന്തിദേവിയുടെ പ്രഥമ പുത്രനാണ് നീ. കർമ്മസാക്ഷിയായ സൂര്യഭഗവാനാണ് നിന്റെ പിതാവ്. ഇല്ല, ഇത് നുണയാണ്, നുണയാണ്. പക്ഷേ സത്യസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാൻ അസത്യം പറയുക, അതും അസംഭവ്യം. ഭഗവാനെ, അങ്ങനോട് ഇപ്പോൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ സത്യം മുഴുവൻ, ആ കഥകൾ മുഴുവൻ ദയവായി അങ്ങ് കർണനോട് തുറന്നു പറയണം. രാധമ്മ, രാധമ്മ എന്റെ അമ്മയല്ലെന്നോ?
രാധമ്മയൻ തായയല്ലയെന്നു ഞാൻ സുതകുലജാതനല്ലയെന്നു രാധമ്മയൻ തായയല്ലയെന്നു ഞാൻ സുതകുലജാതനല്ലയെന്നു ഓതുക കാരുണ്യവാരിതേ സർവവും ഓതുക സത്യമീതെങ്കിൽ വേഗം ഓതുക കാരുണ്യവാരിതേ സർവവും ഓതുക സത്യമീതെങ്കിൽ പറയൂ ഭഗവാനെ. വേഗം ദയവായി അങ്ങ് തുറന്നു പറയൂ. ഓതുക സത്യമീതെങ്കിൽ എന്റെ വേഗം കഥ രാധം എന്നോട് പറയൂ. തായയല്ലയെന്നോ പറയാം കണ്ണ. ഇതുവരെയുള്ള നിന്റെ കഥ നാം നിന്നോട് പറയാം. ആ കൊട്ടാരം കണ്ടോ? ഇതാണ് കുന്തി ഭോജൻ എന്ന രാജാവിന്റെ കൊട്ടാരം. ആരുടെ സാറേ? കുന്തി ഭോജൻ എന്ന രാജാവിന്റെ കൊട്ടാരം, ഭോജപുരിയിലെ കൊട്ടാരം. ഈ കൊട്ടാരത്തിൽ ഇന്ന് 2 അതിഥികൾ എത്തിയിരിക്കുകയാണ്. ആരൊക്കെയാണ് അവർ? മധുരയിലെ രാജാവായ ശൂരസേനനും അദ്ദേഹത്തിന്റെ മകൾ പൃഥയും. ഓഹോ. അവർ കുറച്ചു ദിവസം ആ കൊട്ടാരത്തിൽ താമസിച്ചു. ശൂരസേനൻ തന്റെ മകളെ അടുത്ത് വിളിച്ചു. മോളെ, അച്ഛനൊരു കാര്യം പറഞ്ഞാൽ മോള് കേൾക്കുമോ? എന്താണ് അച്ഛൻ? ആ കുട്ടി തന്റെ അച്ഛന്റെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു. മോളെ, മോൾ ഇന്ന് മുതൽ ഈ കൊട്ടാരത്തിൽ താമസിക്കണം. ഇന്ന് മുതൽ ഇവിടുത്തെ രാജാവും രാജ്ഞിയുമാണ് മോളുടെ അച്ഛനും അമ്മയും, കേട്ടോ? ആ കൊച്ചു പെൺകുട്ടിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ നിന്ന് കരയുകയാണ്. അവൾക്ക് കാര്യമൊന്നും വ്യക്തമായില്ല. എങ്കിലും ഒന്നവൾക്ക് ബോധ്യമായിരിക്കുന്നു, തന്നെ അച്ഛൻ ഈ കൊട്ടാരത്തിൽ ഉപേക്ഷിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അവൾ എങ്ങനെയടിച്ച് കരയുന്നു. കരയുന്ന തന്റെ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശൂരസേനൻ പറഞ്ഞു, മോളെ, 12 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു നായാട്ടിന് പോയപ്പോ ഈ അച്ഛൻ ഇവിടുത്തെ കുന്തി ഭോജ രാജാവിന് ഒരു വാക്ക് കൊടുത്തു പോയി മോളെ. 12 ആണ്ടുകൾ മുമ്പേ ഞങ്ങൾ നായാട്ടാടാൻ പോയി. 12 ആണ്ടുകൾ മുമ്പേ ഞങ്ങൾ നായാട്ടാടാൻ പോയി. നിശരാചലമതിനരികെ കാട്ടിൽ ക്ഷീണം തീർക്കാൻ കൂടി. നിശരാചലമതിനരികെ കാട്ടിൽ ക്ഷീണം തീർക്കാൻ കൂടി. മോളെ, നക്ഷത്രപർവ്വതത്തിന്റെ താഴ്വരയിൽ ഏറെ അലഞ്ഞിട്ടും ഞങ്ങൾക്ക് ഒരു മൃഗത്തെയും കിട്ടിയില്ല. ഞങ്ങൾ അവിടെ വിശ്രമിക്കാനിരുന്നു. അപ്പോൾ കുന്തി ഭോജന്റെ വാടിയ മുഖം അച്ഛൻ കണ്ടു. കുന്തി ഭോജൻ തന്നോട് വാടിയ വദനം കണ്ടു പറഞ്ഞേ. കുന്തി ഭോജൻ തന്നോട് വാടിയ വദനം കണ്ടു പറഞ്ഞേ. ചൊല്ലുക രാജൻ, ചൊല്ലുക ദുഃഖമതെന്തായാലും തീർക്കാം. ചൊല്ലുക രാജൻ, ചൊല്ലുക ദുഃഖമതെന്തായാലും തീർക്കാം. എന്തായാലും തീർക്കാം. മോളെ, കുട്ടികളില്ലാത്തതാണ് തന്റെ ദുഃഖമെന്ന് കുന്തി ഭോജൻ പറഞ്ഞപ്പോൾ നമുക്ക് പിറക്കുന്ന ആദ്യ സന്താനത്തിനെ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് ഈ അച്ഛൻ അന്ന് വാക്ക് കൊടുത്തു പോയി മോളെ. അതെ, അന്ന് കുന്തി ഭോജന് കൊടുത്ത വാക്ക് പാലിക്കാൻ ശ്രമിക്കുകയാണ് ശൂരസേനൻ. തന്റെ സാന്ത്വനമേറ്റിട്ടും കണ്ണീരൊഴുക്കി നിൽക്കുന്ന തന്റെ പ്രിയപുത്രിയെ ഭോജപുരിയിൽ വിട്ടിട്ട് ശൂരസേനൻ മധുരയിലേക്ക് പൊയ്ക്കളഞ്ഞു. അങ്ങനെ ശൂരസേനന്റെ പുത്രിയായ പൃഥ കുന്തി ഭോജന്റെ വളർത്തുമകളായി. കുന്തി ഭോജനും ഭോജപുരിയിലെ മറ്റുള്ളവരും ഒക്കെ അവളെ സന്തോഷത്തോടെ കുന്തി എന്ന പേര് വിളിച്ചു. കുന്തി. ഇന്നവൾ മധുരയിലെ പൃഥയല്ല, പിന്നെ ഭോജപുരത്തിന്റെ കുന്തിയാണ്. കണ്ടോ? മധുരാപുരിയിലെ പൃഥകളിൽ ഭോജപുരത്തിൻ കുന്തി. മധുരാപുരിയിലെ പൃഥകളിൽ ഭോജപുരത്തിൻ വളർന്നിരിക്കുന്നു. മധുരം നുണയും കുഞ്ഞല്ലിവൾ പൂമോട്ടിട്ടൊരുവല്ലി. മധുരം നുണയും കുഞ്ഞല്ലിവൾ പൂമോട്ടിട്ടൊരുവല്ലി. പൂമോട്ടിട്ടൊരുവല്ലി. ഒരു ദിവസം ദുർവാസാവ് മഹർഷി ഭോജപുരിയിലെത്തി.
ആരണസൻ ദുർവാസാവ് മഹർഷി, ഓഹോ. അനസൂയയുടെയും അത്രി മഹർഷിയുടെയും പുത്രനായ ദുർവാസാവ് ഈ ആര്യാവർത്തത്തിലെ മുഴുവൻ ഋഷിമാരുടെ കോപവും തന്റെ കമണ്ഡലമിൽ അടക്കാൻ കെൽപ്പുള്ള ഒരു മഹാ ഋഷി. ആശാനെ, ഈ ദുർവാസാവ് മഹർഷി എന്തിനാ കൊട്ടാരത്തിലെത്തിയത്? പറയാം. ഒരു വലിയ യജ്ഞം നടത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഈ കൊട്ടാരത്തിൽ വന്നിരിക്കുന്നത്. യജ്ഞമോ? യജ്ഞം. ക്ഷിപ്രകോപിയായ ദുർവാസാവിന് അപ്രിയമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ കുന്തി ഭോജൻ കഴിയുന്നത്ര ശ്രദ്ധിച്ചു. യജ്ഞത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഒപ്പം മഹർഷിയെ പരിചരിക്കാൻ തന്റെ മകൾ കുന്തിയെയും ചുമതലപ്പെടുത്തി. ദിവസങ്ങളും ആഴ്ചകളും ഒന്നൊന്നായി കടന്നുപോയി. യജ്ഞമൊക്കെ പൂർത്തിയായി. ദുർവാസാവ് അതാ പോകാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം കുന്തി അടുത്ത് വിളിച്ചു. കുന്തി, കഴിഞ്ഞ കുറെ കാലമായി നീ നമുക്ക് ചെയ്തു തന്ന സേവനത്തിൽ നാം സംപ്രീതനായിരിക്കുന്നു. നിനക്കൊരു വരം നൽകാൻ നാം ആഗ്രഹിക്കുന്നു. ദുർവാസാവ് കണ്ണടച്ച് ധ്യാനിച്ച് ഒരു മന്ത്രം ജപിച്ചു. കുന്തിയുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, കുന്തി, ഇതാണ് ദേവാഹൂതി മന്ത്രം. ഇനി ഈ ആര്യാവർത്തത്തിൽ നിന്നെപ്പോലെ ഒരു സ്ത്രീ ഉണ്ടാവില്ല. പ്രപഞ്ചത്തിലെ ഏതേത് ശക്തികളെ ധ്യാനിച്ച് നീ ഈ മന്ത്രം ജപിക്കുന്നുവോ ആ ശക്തികൾ മനുഷ്യരൂപത്തിൽ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷപ്പെടുന്ന അതേ രൂപത്തിൽ ഒരു കുഞ്ഞിന് നിന്റെ ഉദരത്തിൽ ജന്മം നൽകിയിട്ട് തിരോധാനം ചെയ്യും. കമണ്ഡലവും നീട്ടിപ്പിടിച്ച് ഒരു മതയാനയെ പോലെ ദുർവാസാവ് നടന്നുപോയി. വസന്തകാലത്തെ ഒരു തെളിഞ്ഞ പ്രഭാതം. അശ്വനദിയുടെ കുഞ്ഞോളങ്ങളിൽ തഴുകിയെത്തുന്ന ഇളം കാറ്റേറ്റ് പുഷ്പാലങ്കൃതമായ ഉദ്യാനത്തിൽ ഇരിക്കുകയാണ് കുന്തി. കിഴക്കിന്റെ മുഖം ചുവപ്പിച്ചുകൊണ്ട് സൂര്യദേവൻ മന്ദം മന്ദം ഉദിച്ചു വീഴുന്നു. ഉദിച്ചു വരുന്ന സൂര്യബിംബത്തെ കണ്ടതും കുന്തിക്കൊരു സംശയം. അല്ല, ഈ സൂര്യദേവനെ നിലച്ച് മഹർഷി തന്ന മന്ത്രം ജപിച്ചാൽ ഈ സൂര്യദേവൻ മനുഷ്യരൂപത്തിൽ എന്റെ മുമ്പിൽ വരുമോ? ഏയ്, ഒരിക്കലും വരാൻ പോകുന്നില്ല. എങ്കിലും മഹർഷി തന്ന മന്ത്രമല്ലേ, ഒന്ന് പരീക്ഷിച്ചാലോ? ബാല്യത്തിന്റെ കുസൃതി തരം വിട്ടു മാറിയിട്ടില്ലാത്ത കുന്തി വെറുതെ ഒരു രസത്തിന് സൂര്യഭഗവാനെ നനച്ച് ദേവാഹുതി മന്ത്രം ജപിച്ചു. പെട്ടെന്ന് കിഴക്ക് നിന്നും തേജോമയനായ ഒരു പുരുഷൻ, കാതിൽ വെട്ടിത്തിളങ്ങുന്ന കുണ്ടലങ്ങൾ, ദേഹമാസകരം സ്വർണ്ണവർണ്ണം, സുവർണ്ണ തലമുടി ഇളം കാറ്റിൽ പാറിപ്പറക്കുന്നു. ഈ രൂപം കണ്ട് കുന്തി ഭയന്നുപോയി. കുന്തി, നാം സൂര്യദേവനാണ്. മഹർഷി ദുർവാസാവിന്റെ വരസിദ്ധിയാൽ എത്തിയതാണ് നാം. അയ്യോ അയ്യോ ഭഗവാനെ, അടിയൻ അറിയാത്ത വെറുതെ. ഭഗവാനെ, അവിടുന്ന് വേഗം മടങ്ങിപ്പോണം, അവിടുന്ന് മടങ്ങിപ്പോണം. ഇല്ല കുന്തി, തപോധനായ ദുർവാസാവിന്റെ വരസിദ്ധി മാറ്റാൻ നമുക്കാവില്ല. നിന്റെ ഉദരത്തിൽ നമ്മുടെ ഇതേ രൂപത്തിൽ ഒരു കുഞ്ഞു പിറക്കും. സൂര്യഭഗവാൻ കുന്തിയുടെ ചുമലിൽ സ്പർശിച്ചതും മോഹനിദ്രയിൽ എന്ന പോലെ കുന്തി സൂര്യദേവന്റെ മാറിലേക്ക് ചാഞ്ഞു. മുനിവൻ നൽകിയ മന്ത്രശക്തിയാൽ അങ്ങനെ കുന്തിയൊരമ്മയായി. മുനിവൻ നൽകിയ മന്ത്രശക്തിയാൽ അങ്ങനെ കുന്തിയൊരമ്മയായി. പരമന രഹസ്യമതാരുമറിഞ്ഞില്ല, നിറവയറായവൾ മാറി. പരമന രഹസ്യമതാരുമറിഞ്ഞില്ല, നിറവയറായവൾ മാറി. മുനിവൻ നൽകിയ മന്ത്രശക്തിയാൽ അങ്ങനെ കുന്തിയൊരമ്മയായി. മാസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. ഒരു രാത്രി ആകാശം പതിവില്ലാതെ കറുത്തിലുണ്ടു. ചെറിയുന്ന മഴ, കൊടുങ്കാറ്റ് കൊട്ടാരച്ചുമല്ല ഞാൻ അടിക്കുന്നു. ആ കൊട്ടാരത്തിൽ അന്തപ്പുരത്തിൽ തന്റെ അറയിൽ ഒരു മഞ്ചലിൽ കുന്തിയത പ്രസവ വേദനയോടെ കിടന്ന് പിടയുന്നു. കുന്തിയെ പരിചരിച്ചുകൊണ്ട് ഒരു തോഴി മാത്രം. അതെ, കോടിച്ചെറിയുന്ന മഴയുള്ള രാത്രിയിൽ കുന്തി ഒരു അമ്മയായി. കൂരിരുട്ടത്തും ഉദയസൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന ആൺകുഞ്ഞ്, കാതിൽ പ്രകാശം വിതറുന്ന ദിവ്യകുണ്ടലങ്ങൾ, ദേഹമാസകരം സ്വർണ്ണവർണ്ണം. അത് കണ്ടോ? കുന്തിയുടെ അറയിൽ നിന്നും തലയിൽ ഒരു മരപ്പെട്ടിയും ചുവന്നുകൊണ്ട് ഒരു സ്ത്രീ പുറത്തേക്ക് നടക്കുകയാണ്. കൊട്ടാരം ധാത്ത് തന്നെ കുന്തിയെ പരിചരിച്ചു കൊണ്ടുനിന്ന ആ സ്ത്രീ, പുരുഷന്മാർ പോലും പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന കോരിച്ചൊരിയുന്ന മഴയുള്ള രാത്രിയിൽ കാവൽ നിൽക്കുന്ന പടയാളികളുടെ ഒക്കെ കണ്ണു വെട്ടിച്ച് ആ പെട്ടിയും ചുവന്ന് ആ സ്ത്രീ അതാ മുമ്പോട്ട് കിടക്കുന്നു. മഴയിൽ കലങ്ങി മറിഞ്ഞ് കുലം കുത്തി ഒഴുകുന്ന അശ്വനദിയുടെ തീരത്തെത്തി ആ സ്ത്രീ നിന്നു. അവർ നാലുപേരും ഒന്ന് നോക്കി. തന്നെ ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് തന്റെ തലയിലിരുന്ന മരപ്പെട്ടി ആ സ്ത്രീ അശ്വനദിയുടെ ഒഴുക്കിലേക്ക് അതാ തള്ളിയിടുന്നു.
അല്പം മുമ്പ് കുന്തി പ്രസവിച്ച ഓമനത്തും തുളുമ്പുന്ന അതിസുന്ദരനായ ആൺകുഞ്ഞാണ് പൊങ്ങുതടികൾ കൊണ്ടുണ്ടാക്കിയ ആ പെട്ടിക്കുള്ളിൽ. പൊങ്ങുതടി കൊണ്ടു തീർത്തൊരു പെട്ടി അങ്ങിട്ടു വേഗമടച്ചു പൂട്ടി. പൊങ്ങുതടി കൊണ്ടു തീർത്തൊരു പെട്ടി അങ്ങിട്ടു വേഗമടച്ചു പൂട്ടി. അശ്രുനദിയിൽ ഒഴുകിനാളാദ്യമായി അശ്വനദിയിലോ പിന്നയിലോ. അശ്വനദിയിൽ ഒഴുകിനാളാദ്യമായി അശ്വനദിയിലോ പിന്നയിലോ. താൻ പ്രസവിച്ച കുഞ്ഞിന് വാത്സല്യത്തോടെ ഒന്നും മുലയൂട്ടുക പോലും ചെയ്യാതെ ഒരു പെട്ടിയിലാക്കി കുന്തി തന്റെ തോഴിയെ ഏൽപ്പിച്ചു. ആ സ്ത്രീ അത് അശ്വനദിയുടെ ഒഴുക്കിലേക്ക് വലിച്ചെറിഞ്ഞു. അശ്വനദിയിൽ നിന്നും ആ പെട്ടി ഒഴുകി ചർമ്മൻ നദിയിലേക്കും യമുന നദിയിലേക്കും ഗംഗാ നദിയിലേക്കും അതാ കടക്കുന്നു. ചർമ്മൻ നദിയും യമുനയും ഗംഗയും ചമ്പാപുരി വരെ മാറി മാറി. ചർമ്മൻ നദിയും യമുനയും ഗംഗയും ചമ്പാപുരി വരെ മാറി മാറി. കൊണ്ടുചെന്നൊരു തീരത്തണയ്ക്കുന്നു അങ്ങത സൂര്യനുദിച്ചിടുന്നു. കൊണ്ടുചെന്നൊരു തീരത്തണയ്ക്കുന്നു അങ്ങത സൂര്യനുദിച്ചിടുന്നു. സൂതന്മാരുടെ നാടായ ചമ്പാപുരിയിലെത്തി തീരത്തടുത്തു. ഈ വാർത്ത മാലോകരോട് വിളിച്ചു പറയാൻ എന്ന വണ്ണം ആകാശത്ത് സൂര്യദേവനും ഉദിച്ചുയർന്നു. പ്രിയമുള്ളവരെ, ഇപ്പോൾ നിരവധി വർഷങ്ങൾ കടന്നുപോയിരിക്കാം. ഇന്ന് വസന്ത പൗർണമി ദിനമാണ്. ഹസ്തിനപുരമാകെ ക്ഷണിക്കപ്പെട്ട അതിഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്നാണ് ഈ ഹസ്തിനപുരത്തിലെ യുവാക്കളുടെ എല്ലാം മാറ്റുവെക്കുന്ന ദിനം. അത് കണ്ടോ, അവിടെ ആയുധാഭ്യാസം ആരംഭിച്ചു കഴിഞ്ഞു. കാണികളെ ഉത്കണ്ഠയുടെ മുൾമുനയിൽ നിർത്തുന്ന ഗതാഭ്യാസത്തിൽ ഭീമൻ ദുശാസനെ പരാജയപ്പെടുത്തി. അതുകൊണ്ട് വീരനായ അർജുനൻ ആനപ്പുറത്തുനിന്ന് കുതിരപ്പുറത്തേക്കും കുതിരപ്പുറത്തുനിന്ന് വീണ്ടും ആനപ്പുറത്തേക്കും ചാടി ഓടി പരാക്രമങ്ങൾ കാണിക്കുന്നു. ഒറ്റ വാൾവീശലിൽ നിരവധി യോദ്ധാക്കളെ നിരായുധരാക്കുന്നു. ഒരേ സമയം അസംഖ്യം ലക്ഷ്യങ്ങളിലേക്ക് അസ്ത്രമെയ്ത് കൊള്ളിക്കുന്നു. ആകാശത്തിലേക്ക് എറിയുന്ന പഴങ്ങളൊക്കെ വായുവിൽ വെച്ച് തന്നെ അർജുനൻ നെയ്ത് പല കഷ്ണങ്ങളാക്കുന്നു. കണ്ണു മൂടിക്കെട്ടി പിന്നിൽ കേൾക്കുന്ന ശബ്ദലക്ഷ്യത്തിലേക്ക് അർജുനൻ അസ്ത്രമെയ്ത് കൊള്ളിക്കുന്നു. കാണികളൊക്കെ കയ്യടി കൊണ്ട് അർജുനനെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ കോലാഹല സമുദ്രത്തെ ഭേദിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം. എല്ലാവരും നോക്കി. പ്രവേശന കവാടത്തിൽ സ്വന്തം ഭുജത്തിൽ അടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അസാമാന്യ തേജോമകനായ ഒരു ചെറുപ്പക്കാരൻ, കാതിൽ വെട്ടിത്തിളങ്ങുന്ന കുണ്ഡലങ്ങൾ, ദേഹമാസകലം സ്വർണ്ണവർണ്ണം, തോളോളം നീണ്ടുകിടക്കുന്ന ചുരുണ്ട സുവർണ തലമുടി ഇളം കാറ്റിൽ പാറിപ്പിറക്കുന്നു. രണ്ടു വരിയായി നിൽക്കുന്ന നഗരവാസികൾക്ക് മധ്യത്തിലൂടെ ഉറച്ച കാൽവയ്പോടെ പുരുഷ സൗന്ദര്യത്തിന്റെ പൂർത്തീകരണം പോലെ ആ ചെറുപ്പക്കാരൻ അങ്ങനെ മുന്നോട്ട് നടക്കുന്നു. ആളുകൾക്ക് അത്ഭുതത്തോടെ ആ ചെറുപ്പക്കാരനെ നോക്കുന്നു. ദ്രോണാചാര്യർ ആ ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് വന്നു. നീ ആര്? ഞാൻ. കർണൻ ജനക്കൂട്ടത്തിൽ നേരെ തിരിഞ്ഞു. പുരുഷാർത്ഥത്തെ ബഹുമാനിക്കുന്ന ന്യായ തൽപരരായ ഹസ്തിനപുരവാസികളെ, ഇവിടെ ഈ അർജുനൻ കാണിച്ച ഇതേ അഭ്യാസങ്ങൾ കുറച്ചുകൂടി മനോഹരമായി കാണിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ അനുവദിക്കുമെങ്കിൽ മാത്രം. പെട്ടെന്ന് ധൃതരാഷ്ട്ര മഹാരാജാവ് എഴുന്നേറ്റു. ഈ ഹസ്തിനപുരത്തിലെ ഏതൊരു വീരനും ഇന്നിവിടെ പുരുഷാർത്ഥ പ്രകടനമാകാം. ഇത് കേട്ടതും കർണൻ അഭ്യാസക്കടലിലേക്ക് ചാടിയിറങ്ങി. അവിടെ കെട്ടിയിരുന്ന 7 വെളുത്ത കുതിരകളെ കർണൻ ഒരേ സമയം ഓടിച്ചു കാണിച്ചു. ഓടുന്ന കുതിരപ്പുറത്ത് നിന്ന് ഒറ്റ കണ്ണം മറിച്ചുള്ള ആനപ്പുറത്തെത്തിയ കർണൻ ആ കൊമ്പനാനയെ തോട്ടിയില്ലാതെ നൃത്തം ചെയ്യുന്നു. ദ്വന്ദ്വയുദ്ധക്കടലിലെത്തിയ കർണൻ ഒരേ സമയം 18 മല്ലന്മാരെ കശക്കിയെറിഞ്ഞു. ചക്രക്കളരിയിലെത്തി ദിവ്യ ചക്രങ്ങളൊക്കെ തളിക പോലെ കറക്കി കാണിച്ചു.
അർജുനനെ ഇത് കൊള്ളിച്ചതിനേക്കാൾ മനോഹരമായി വിവിധ ലക്ഷ്യങ്ങളിലേക്ക് കർണൻ അസ്ത്രം ഇത് കൊള്ളിച്ചു. ഒടുവിൽ അവസാന ഇനമായി ശബ്ദം കേട്ട് ലക്ഷ്യം ഭേദിക്കൽ എന്ന് വെച്ചാൽ കണ്ണ് മൂടിക്കെട്ടി പിറകിൽ അകലെ കേൾക്കുന്ന ശബ്ദത്തിലേക്ക് അസ്ത്രം ഇത് കൊള്ളിക്കുക. കർണൻ കണ്ണ് മൂടിക്കെട്ടി വില്ലിൽ ഒരു സൂചിബാണമൊക്കെ തൊടുത്ത് ശബ്ദം കേൾക്കാനായി കാത് കൂർപ്പിച്ച് അങ്ങനെ നിൽക്കുക. ഒരു ഭടൻ ഒരു നായെ കണ്ണന്റെ പിറകിൽ അകലെ കൊണ്ട് കെട്ടി. എന്നിട്ട് ആ നായ ശബ്ദമുണ്ടാക്കാൻ വേണ്ടി അവൻ അതിന്റെ കുന്തം കൊണ്ട് കുത്തി നോവിച്ചു. കണ്ണന്റെ വില്ലിൽ നിന്നും സൂചിബാണം ചീറിപ്പാഞ്ഞു. ഇല്ല, ബാണം നായുടെ വായിൽ കൊണ്ടില്ല. ലക്ഷ്യം തെറ്റിയിരിക്കുന്നു. ദ്രോണാചാര്യർ ഒന്നാമനായ വില്ലാളിക്ക് അണിയിക്കുന്നതിനുള്ള നീല താമരമാല അർജുനന്റെ കഴുത്തിൽ അണിയിക്കാൻ പോകുന്നു. ദ്രോണാചാര്യരെ വില്ലുചട്ട പാറയിൽ അടിച്ച പോലെ ഒരു ശബ്ദം. എല്ലാവരും നോക്കി. ഭീഷ്മ പിതാമഹൻ ദ്രോണാചാര്യരെ, ഈ ഭീഷ്മർ പ്രഖ്യാപിക്കുന്നു, ഇന്നത്തെ ഒന്നാം കിട വില്ലാളി അർജുനനല്ല, ഇവനാണ്. ഈ നിൽക്കുന്ന കർണൻ. അല്പം മുമ്പ് കർണനയച്ച സൂചിബാണം യഥാർത്ഥ ലക്ഷ്യത്തിലാണ് കൊണ്ടത്. ലക്ഷ്യം തെറ്റിയല്ലോ. ഇല്ല, ആ നായ കുരയ്ക്കുന്നതിന് മുമ്പ് മറ്റൊരു ചെറിയ ശബ്ദം കേട്ടിരുന്നു. ആ നീർമാതള മരത്തിൽ ഒരു കുഞ്ഞാറ്റക്കിളി ഉണ്ടാക്കിയ ചെറിയ ശബ്ദം. ഈ ശബ്ദ ലക്ഷ്യത്തിലേക്കാണ് കർണൻ സൂചിബാണം അയച്ചത്. ഈ ലക്ഷ്യഭേദനം അർജുനന്റേതിനേക്കാൾ കേമമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒന്നാം കിട വില്ലാളി ഇവനാണ്. ആരോ മരത്തിലേക്ക് വലിഞ്ഞു കയറി ചുണ്ടിൽ കർണന്റെ സൂചിബാണം തറച്ച് ഭയന്ന് പറക്കാൻ പോലും പ്രയാസപ്പെട്ടിരിക്കുന്ന ആ കുഞ്ഞാറ്റക്കിളിയെ കൊണ്ടുവന്ന് പിതാമഹന്റെ കയ്യിൽ കൊടുത്തു. പിതാമഹൻ ആ പക്ഷി ഉയർത്തിക്കാട്ടി അതിന്റെ ചുണ്ടിൽ നിന്നും കർണനെ ഇത് സൂചിബാണം വലിച്ചെടുത്തു. ആ പക്ഷിയെ സ്വതന്ത്രയാക്കി. അത് പറന്നുപോയി. കർണനത ആ കൽമണ്ഡപത്തിലേക്ക് ചാടിക്കയറി. അല്ലയോ ഗുരുദ്രോണരെ, ഇനിയും ആ നീല താമരമാല എന്റെ കഴുത്തിൽ അണിയിക്കാൻ അങ്ങയ്ക്ക് മടിയാണെങ്കിൽ, എന്റെ വിജയം പൂർത്തിയായില്ല എന്ന് അങ്ങയ്ക്ക് തോന്നുന്നെങ്കിൽ, ഈ നഗരവാസികളെ സാക്ഷി നിർത്തി ഈ കർണൻ അർജുനനെ ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു. ഒന്നാമനാരെന്ന് ദ്വന്ദ്വയുദ്ധത്തോടെ നിശ്ചയിക്കട്ടെ. പെട്ടെന്ന് കൃപാചാര്യർ എഴുന്നേറ്റു. കൃപാചാര്യർ ധൃതരാഷ്ട്ര വണങ്ങി. മഹാരാജൻ, ഈ നിൽക്കുന്ന കർണന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു ഗുരുവാണ് ഞാൻ. ഈ കർണൻ എന്റെ ഒരു ശിഷ്യനാണ്. എങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഇവിടെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. യുദ്ധനീതിയും ധർമ്മനീതിയും അനുസരിച്ച് ഒരേ കുലത്തിൽ ജനിച്ചവർ തമ്മിൽ മാത്രമേ ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ പാടുള്ളൂ. അർജുനന്റെ കുലം നമുക്കറിയാം. അർജുനനുമായി ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ വേണ്ടി ഇത്രയും തേജസ്സുറ്റ ഈ കർണൻ തന്റെ തേജസ്സുറ്റ കുലത്തിന്റെ പേര് കൂടി ഒന്ന് പറയട്ടെ. അതാ കുന്തമിണയേറ്റവനെ പോലെ പകച്ചു നിൽക്കുകയാണ് കർണൻ. ആ മനസ്സിൽ ചിന്തകളുടെ കൊടുങ്കാറ്റ് വീശുന്നു. എന്ത് പറയണം? രാധമ്മയുടെയും അതിരഥ താതന്റെയും പുത്രനായ ഒരു സൂതപുത്രനാണ് താനെന്ന് പറയണു. അങ്ങനെ പറഞ്ഞാൽ സങ്കുചിത മനസ്കരായ ഈ ഹസ്തിനപുരവാസികൾ തന്നെ അംഗീകരിക്കുമോ? അത്രയും സമയം ഉയർന്നു നിന്ന കർണന്റെ ശിരസ് മെല്ലെ കുനിഞ്ഞു. എന്താ കണ്ണ, നിന്റെ നാവിറങ്ങിപ്പോയോ? കൃപാചാര്യരുടെ പരിഹാസം. നഗരവാസികളെ, ഈ നിൽക്കുന്ന കർണന് എന്റെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് കർണന് വേണ്ടി അതിന്റെ ഉത്തരം ഞാൻ തന്നെ നിങ്ങളോട് പറയാം. ഇവനുണ്ടല്ലോ, ഇത്രയും സുന്ദരനായ ഈ കർണൻ, ഇവൻ വെറും ഒരു തേരാളിയുടെ മകനാണ്. താഴ്ന്ന കുലത്തിൽ ജനിച്ചവനാണ്. ഇത് കേട്ടതും ഭീമൻ ചാടി എഴുന്നേറ്റു. എന്ത്? ഇവനൊരു തേരാളിയുടെ മകനോ? ഇവൻ ഈ രാജകുമാരന്മാർക്കുള്ള മത്സരക്കളറിൽ എന്ത് കാര്യം? ഇറങ്ങി. ആരടാമിയൊരു സൂതനല്ലേ നിനക്ക് ഈ രാജഗോഷ്ഠിയിലെന്തു കാര്യം? ആരടാമിയൊരു സൂതനല്ലേ നിനക്ക് ഈ രാജഗോഷ്ഠിയിലെന്തു കാര്യം?
തോൽവാറും ചാട്ടയും എന്തേണ്ട കൈകളാൽ പോർവില്ലെടുത്തിടാമെന്ന് മൂടാം. തോൽവാറും ചാട്ടയും എന്തേണ്ട കൈകളാൽ പോർവില്ലെടുത്തിടാമെന്ന് മൂടാം. ആരടാ നീയൊരു ശൂരനല്ലേ, നിനക്കീ രാജകോട്ടിയിലെന്തു കാര്യം? പോയി ലായത്തിലെ കുതിരകൾക്ക് മാലീസിട്ട് ചാണകം പോണ്ട സൂതപുത്ര. ഭീമ അതാ കോപത്തോടെ എഴുന്നേൽക്കുന്നു ദുര്യോധനൻ. വീര്യത്തെ ക്രൂരമായി അവഹേളിക്കുന്ന ഭീമസേന, മൃഗോധര, ധർമ്മശാസ്ത്രം എന്തെന്ന് നിനക്കിനിയും ശരിക്കറിയില്ല. ഇത്രമേലേറാമോ ജാത്യന്മാദം ഭീമ ഇത്രയ്ക്കഹങ്കാരം പൂണ്ടിടാമോ? ഇത്രമേലേറാമോ ജാത്യന്മാദം ഭീമ ഇത്രയ്ക്കഹങ്കാരം പൂണ്ടിടാമോ? വ്യക്തിയും ജാതിയും തർക്കത്തിലല്ലാതെ ഈ ധനുർവേദത്തിലെങ്ങിരിപ്പു. വ്യക്തിയും ജാതിയും തർക്കത്തിലല്ലാതെ ഈ ധനുർവേദത്തിലെങ്ങിരിപ്പു. ഈ ധനുർവേദത്തിലെ ഭീമ, ധർമ്മശാസ്ത്രമനുസരിച്ച് ബാഹുക്കളിൽ കരുത്തേറിയവനെയും സ്വന്തമായി രാജ്യമുള്ളവനെയും ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവനെയും ക്ഷാത്ര തേജസ്സുള്ള ക്ഷത്രിയ ലക്ഷണങ്ങൾ തികഞ്ഞവനെയും ക്ഷത്രിയനായി കണക്കാക്കാം. ആ നിലയ്ക്ക് കരുത്തേറിയ ബാഹുക്കളുള്ള ഈ കർണൻ, ദേവന്മാരെക്കാൾ സുന്ദരനായ ഈ കർണൻ, വീരനായ ഈ കർണൻ ക്ഷത്രിയൻ തന്നെ. ആനയെ കാണാനും നിനക്കെന്താ ഭീമ, വെള്ളെഴുത്താണോ?